വിശാല സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേകദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഉദ്ദേശിച്ചതിലും കുറച്ച് താമസിച്ചു പോയി സന്ദേശം നൽകാൻ. ഇടയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ മിഷനിലെ 4 അച്ഛന്മാരുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ ഒരച്ഛൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ട്രാൻസ്ഫർ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവിടെ നൽകിയ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, 2 ദിവസം മുമ്പ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കാരണം അങ്ങേയറ്റം ക്ഷീണിതനായിപ്പോയി. ഞാനിവിടെ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ആരാധനാ കേന്ദ്രമാണല്ലോ. 24 മണിക്കൂർ ആരാധന തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സമയം 3 മണി മുതൽ 5 മണി വരെയാണ്. അതിനുശേഷം ഞാൻ ദേവാലയത്തിൽ, ഇടവക ദേവാലയത്തിൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 300 മീറ്റർ നടന്ന് പോയി അവിടെ ആരാധന തുടങ്ങും. അവിടെ ആരാധന നടത്തും 5:30 മുതൽ 6:30 വരെ. പിന്നീട് കുർബാന ഇടവക അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇടവകയിലെ എല്ലാവരും തന്നെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി, ഇടവകയെക്കുറിച്ച് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ആദിമകാല ക്രിസ്ത്യാനികളെ പോലെ ഉള്ള ഒരു ചെറിയ സമൂഹം പടുത്തുയർത്തുക. അത് പ്രാർത്ഥന ആരാധനയിലൂടെയൊക്കെ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ 2 ദിവസം മുമ്പ് എനിക്ക് അങ്ങേയറ്റം ക്ഷീണം അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് രാവിലത്തെ ആരാധനയ്ക്ക് ശേഷം ഇടവക ദേവാലയത്തിലേക്ക് പോകേണ്ട സമയമായപ്പോൾ നടക്കാൻ പറ്റാത്ത അത്രയും വല്ലാത്ത ക്ഷീണവും ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ക്ഷീണം അനുഭവപ്പെട്ടു. നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതായത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവിടെ നിന്നോട് സംസാരിക്കണമേ എന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സന്ദേശം നൽകി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായം 17 വാക്യങ്ങളായിരുന്നത്. നിങ്ങൾ പലർക്കും അറിയാവുന്ന വചനം തന്നെ. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായകളില്ലെങ്കിലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആടുമാടുകൾ ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഈ വചനം വായിച്ച ഉടനെ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു ബലം കൈവന്നു. എൻ്റെ കരങ്ങൾക്കും കാലുകൾക്കും ഒരു വലിയ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഉടൻ തന്നെ ഞാൻ റെഡിയായി. ഇത്ര വേഗതയിൽ ഞാൻ ഒരിക്കലും നടന്നിട്ടില്ല. ആദ്യമായിട്ട് ഇത്ര വേഗതയിൽ ഞാൻ നടന്ന് പള്ളിയിലെത്തി. അന്നത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതായിരുന്നു, എത്ര ബുദ്ധിമുട്ടുകളും വിഷമതകളും ഉണ്ടെങ്കിലും, രോഗങ്ങളുണ്ടെങ്കിലും ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല. അവിടുന്ന് തീർച്ചയായും സഹായിക്കും. ഈ മിഷനിൽ വന്ന ശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ദൈവം അയക്കുന്നിടത്ത് നാം പോകാൻ തയ്യാറാകുന്ന പക്ഷം ആ മിഷനിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, പണമാകട്ടെ സഹായങ്ങളാകട്ടെ, ചെയ്യുന്നതിനാവശ്യമായ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം എല്ലാം കർത്താവ് തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പിന്നുള്ളവരുടെ പ്രാർത്ഥനയും വളരെ ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഏറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ഏകദേശം ഒരു 10 ദിവസത്തെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എല്ലാവരെയും അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വന്നു. അനേകരെ ഭയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നത്. ഇനി എന്തായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത്. എന്നാൽ ഇപ്രാവശ്യത്തെ ട്രംപിൻ്റെ 2ാമത്തെ വരവ്
പലരെയും അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, ട്രംപിൽ തന്നെ നാം ഒരു മാറ്റം കാണുന്നതിനിടയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് എന്ന് പറയുന്നത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാൽ ഇപ്രാവശ്യം നാം കാണുന്നു അദ്ദേഹത്തിനൊരു വലിയ മാറ്റം. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: യുദ്ധം തുടങ്ങുന്നതിനല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് ഞാൻ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പര്യടനങ്ങളിലൊക്കെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ അദ്ദേഹം വളരെയധികം ഉയർത്തിക്കാട്ടുകയുണ്ടായി. കമലാ ഹാരിസിൻ്റെ സമ്മേളനത്തിലേക്ക് ചില ക്രിസ്ത്യാനികളെ ഈശോയുടെ പിക്ചറും വഹിച്ചുകൊണ്ടുള്ള പ്ലേ കാർഡുകളുമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അവരെ അവഹേളിച്ച കമലാ ഹാരിസ് അതിൻ്റെ ഫലം കണ്ടു. എന്നാൽ കർത്താവിനെ ഉയർത്തിക്കാണിച്ച ട്രംപ് ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള വിജയം കാണുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ട്രംപ് അധികാരത്തിലേറിയ ശേഷം യുദ്ധത്തിൻ്റെ ഗതികളെപ്പറ്റി പറയുകയാണെങ്കിൽ, ട്രംപ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി അദ്ദേഹം പുടിനുമായിട്ട് സംസാരിക്കുകയും ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു നൽകി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പുടിനോട് ആവശ്യപ്പെടുകയുണ്ടായി. വീണ്ടും ഇറാനുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായി ഇലോൺ മസ്കിനെ ചുമതലപ്പെടുത്തുകയും ഇലോൺ മസ്ക് ഇറാന്റെ അംബാസഡറുമായിട്ട് ഒരു രഹസ്യ സമ്മേളനം നടത്തുകയും ചെയ്തു. അവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാവരും സമാധാനം എന്ന് ആഗ്രഹിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ സമാധാനം കൂടുതലായി എത്രയധികമായി അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവും കണ്ടു. അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയുടെ അഭിമാന സ്തംഭമായ അവരുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ എബ്രഹാം ലിങ്കൺ, അനേക യുദ്ധവിമാനങ്ങളെ വഹിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ആ കപ്പലിനെതിരെ ഇറാന്റെ സഹായത്തോടുകൂടെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ അമേരിക്ക ഇതുവരെ ആ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നേരത്തെ ട്രംപ് ആയിരുന്നെങ്കിൽ ഇതിനോടകം ഇറാനെ ഭസ്മമാക്കിയേനെ. എന്നാൽ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയിട്ടും അമേരിക്ക ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ പിന്നിലെ കാരണം പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമല്ല, ആത്മാർത്ഥമായി തന്നെ ട്രംപ് ആഗ്രഹിക്കുന്നു ലോകത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ. എന്നാൽ ഈ സമാധാന ചർച്ചകൾ ഇവയെപ്പറ്റി നാം കേൾക്കുമ്പോൾ ഇവ ഫാത്തിമയിലെ മൂന്നാമത്തെ സന്ദേശത്തോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ ലൂസിയായ്ക്കും ജസീന്തയ്ക്കും ഫ്രാൻസിസിനും പ്രത്യക്ഷപ്പെട്ട് നൽകിയ മൂന്നാമത്തെ ഫാത്തിമ സന്ദേശത്തിലൊരു കാര്യം പറയുന്നുണ്ട്. എല്ലായിടത്തും സമാധാനത്തിനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അട്ടിമറിയാൽ വധിക്കപ്പെടും. അതിനെ തുടർന്ന് അതിഭീകരമായ ഒരു അണുവായുധത്തോടു കൂടെയുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, യൂറോപ്പിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കും അത്. എന്നാൽ യൂറോപ്പിൽ നിന്നുള്ള ഒരു നേതാവ് മാത്രമാകണമെന്നില്ല.
അമേരിക്ക മുതൽ ഇങ്ങോട്ട് മിഡിൽ ഈസ്റ്റ് വരെയുള്ള രാജ്യങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ നേതാവായിരിക്കും അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം തെറ്റിദ്ധരിക്കരുത്. ഇനി മുന്നോട്ട് സമാധാനത്തിൻ്റെതായ ഒരു യുഗം പിറന്നിരിക്കുന്നു. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശക്തിമത്തായ രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ, പലയിടത്തും സമാധാനം പതുക്കെ പതുക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി മുതൽ അങ്ങോട്ട് സമാധാനമായിരിക്കും എന്ന് കരുതി ആരും തെറ്റിദ്ധരിക്കരുത്. പ്രാർത്ഥനകളിൽ കുറവ് വരുത്തരുത്. സാധാരണ പ്രാർത്ഥനകൾ ഉയരുന്നത് എല്ലായിടത്തും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ആരംഭിക്കുമ്പോഴാണല്ലോ. എന്നാൽ സമാധാനമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകാറുണ്ട്. ഓർക്കുക, ഇത്രമാത്രം ഒരു സമാധാനത്തിനുള്ള ഒരു സമയമായിട്ടുണ്ടോ? ജനങ്ങളിൽ മൊത്തത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു മാറ്റം, ഒരു യഥാർത്ഥ മനസ്സാന്തരങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളൊരു സമാധാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ലോകത്തും നമ്മളിലും മാറ്റങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം, ഈശോ പല മിസ്റ്റിക്കുകളിലൂടെ നൽകിയ സന്ദേശങ്ങൾ, അത് ഏത് സമയത്തും സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തുകൊള്ളുക. യുദ്ധത്തിന് ശേഷം നാം കഴിഞ്ഞ ചില വീഡിയോകളിൽ കേട്ടതുപോലെ തന്നെ മനുഷ്യരാശിയെ മുഴുവൻ വഞ്ചിക്കുന്ന ആ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ശത്രുവും മനുഷ്യരുടെ ശത്രുവുമായ പിശാചിൻ്റെ സന്തതി പ്രത്യക്ഷപ്പെടും. ഓർക്കുക, വീണ്ടും വീണ്ടും പറയുന്നു, അവൻ വലിയ അധികാരം കാണിച്ചുകൊണ്ടോ അങ്ങേറ്റത്തെ അക്രമ സ്വഭാവം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിലോ ഒന്നുമായിരിക്കില്ല മനുഷ്യരുടെ സമൂഹത്ത് പ്രത്യക്ഷപ്പെടുക എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഒഴികെ മറ്റുള്ള ലോകത്തിലെ ഏത് വിഭാഗക്കാരെയായാലും, ഏത് കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ഏത് എത്തേയിസ്റ്റുകളെയും അവനെ കീഴടക്കാൻ ഒരു വിഷമവും ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് യഹൂദരെയും ക്രിസ്ത്യാനികളെയും അവൻ്റെ കീഴിൽ കൊണ്ടുവരിക അത്ര നിസ്സാരമല്ല. അപ്പോൾ അവരെ കബളിപ്പിക്കുന്നതിനും തൻ്റെ വഞ്ചനയിൽ കൊടുക്കുന്നതിനും വേണ്ടിയാണ് അവനൊരു യഹൂദനായിട്ടും ഒരു ക്രിസ്ത്യാനിയായിട്ടും അവൻ പ്രത്യക്ഷപ്പെടുക. പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞിരുന്നതുപോലെ അവൻ ഇസ്രായേലിൽ പ്രത്യക്ഷപ്പെടുകയും ഇസ്രായേലിൻ്റെ അവസ്ഥയിൽ അവരെ സഹായിക്കുന്ന ഒരു രക്ഷകനായി മാറുകയും ചെയ്യും. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുക. ശക്തമാണ് ഇസ്രായേൽ, ശരിയാണ്. തൻ്റെ ശത്രുക്കളെ 4 ഭാഗത്തു നിന്നും അവരെ ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അക്രമങ്ങളിൽ നിന്ന് വരുന്ന പല മിസൈലുകളും പല സ്ഥലങ്ങളിലും പതിക്കുകയും പലരും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ടെല്ലവീവിലും മിലിറ്ററി ക്വാർട്ടേഴ്സിലും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവരുടെ ബോംബുകൾ, അവരുടെ മിസൈലുകൾ വന്ന് വീഴുകയുണ്ടായി. അതുകൊണ്ട് ഇസ്രായേലിലുള്ളവർക്ക് ഒരു മരണഭയമുണ്ട്. എപ്പോഴൊക്കെ സൈറൻ്റെ ശബ്ദം കേൾക്കുന്നോ അവർ ബങ്കറിലേക്ക് ഓടുന്നു. ഇതെത്ര കാലം, ഇതെത്ര നാളത്തേക്ക്? ജനങ്ങളുടെ അവസ്ഥ നോക്കുക, കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കുക. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ യുദ്ധം ഒന്ന് നിന്നിരുന്നെങ്കിൽ. അതെ, അപ്പോൾ അവൻ അമാനുഷികമായ കഴിവുകളോടെ അവൻ പ്രത്യക്ഷപ്പെടുകയും അവൻ യുദ്ധം നിർത്തുകയും ചെയ്യും. മാത്രമല്ല, യഹൂദർ കർത്താവിനിൽ വിശ്വസിച്ചിട്ടില്ലാത്തതുകൊണ്ടും, അത് മാത്രമല്ല യഹൂദർ യേശുക്രിസ്തു വരാനിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റേതായ ആ അഭൗമികമായിട്ടുള്ള പ്രകടനങ്ങൾ, അവൻ്റെ അസാമാന്യമായിട്ടുള്ള ആ ആകർഷണത്തിൽ അവർ
അവർ ആകർഷിക്കപ്പെടുകയും അവർ വിശ്വസിക്കുകയും ചെയ്യും. അവനാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന യേശു ക്രിസ്തുവെന്ന്. അവൻ ആദ്യമൊന്നും ഒന്നും മിണ്ടില്ല. മൗനം സമ്മത ലക്ഷണമാണല്ലോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യുദ്ധം നിർത്തി കഴിയുമ്പോൾ സകല ജനതകളും അവനിലേക്ക് നോക്കും. അങ്ങനെ ജനതകൾ ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും നേതാക്കന്മാർ അവൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യും. അവൻ എവിടെയെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിൽ പോകുന്നു, അവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങളും അവൻ പരിഹരിക്കും. നോക്കുക, ഈ പരിഹരിക്കാനുള്ള ശക്തിയെല്ലാം സാത്താനിൽ നിന്നാണ് അവന് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഈശോയെ പരീക്ഷിച്ച സാത്താൻ ഇപ്രകാരം പറയുന്നുണ്ട്: ലോകവും ലോകത്തിൻ്റെ സകല മഹത്വവും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഞാനത് തരാം. ദൂരെ പോ സാത്താനെ എന്ന് പറഞ്ഞ കർത്താവ് അവനെ ആട്ടിപ്പായ്ക്കുകയും ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വചനം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓർക്കുക, ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും മോഹങ്ങളും എല്ലാം അവനുണ്ട്. അത് കൊടുത്തുകൊണ്ടാണ് അവന് എല്ലാ രാജ്യങ്ങളുടെ നേതാക്കന്മാരെയും രാജ്യങ്ങളെയും അവനിലേക്ക് ആകർഷിക്കുന്നത്. മാത്രമല്ല, സാത്താനിൽ നിന്ന് ലഭിക്കുന്ന ആ വലിയ അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, അതുകൊണ്ട് അവൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളും രോഗശാന്തികളും വലിയ വലിയ കാര്യങ്ങളും ചെയ്യും. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവൻ പരിഹരിക്കും. അങ്ങനെ അവൻ ലോകപ്രസിദ്ധനാകും. വലിയ വലിയ അവാർഡുകൾ അവനെ തേടിയെത്തും. സകല രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഏറ്റവും ഉയർന്ന പരമോന്നതമായിട്ടുള്ള ആ അവാർഡ് അവന് നൽകും. എല്ലാവരും അവനെ പാടിപ്പുകഴ്ത്തും. അവനെതിരാളികൾ ആരും കാണില്ല. അവന് എതിരാളികളായി യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികൾ മാത്രമേ കാണൂ. യഥാർത്ഥ യഹൂദർ മാത്രമേ കാണൂ. മറ്റുള്ളവരെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നവരായി, അവനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരായിരിക്കും. കാരണം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിച്ചു കൊടുക്കും. ഏതൊരവസ്ഥയിലാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നുള്ള കാര്യം മറക്കരുത്. യുദ്ധത്തിൻ്റെ അതിഭയാനകമായ ആ നാശനഷ്ടങ്ങളിൽ മരിച്ചവരെ ഓർത്ത് ജീവിച്ചിരിക്കുന്നവർ അസൂയപ്പെടുന്ന ആ സമയത്തായിരിക്കും അവൻ വരുന്നത്. ഭക്ഷിക്കാനോ കുടിക്കുവാനോ വസിക്കുവാനോ ഒന്നുമില്ല, താമസിക്കുവാനോ ഒന്നുമില്ലാത്തൊരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക. അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് ലോകത്തിൽ യാതൊരു തിരിച്ചു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന രീതിയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന, ഭൗതികമായ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു രക്ഷകനായിട്ട് അവൻ വരും. അങ്ങനെയാണ് ജനം അവനെ സ്നേഹിക്കാൻ തുടങ്ങുക. ജീവന് തുല്യം സ്നേഹിക്കും എല്ലാവരും അവനെ. അവനാണ് യഥാർത്ഥ യേശു ക്രിസ്തുവെന്ന് ജനം വിശ്വസിച്ചു തുടങ്ങും. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ടോക്കിൽ കേൾക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.